ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? അപ്പം എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയർ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ ഗൈസ്. അതിനൊരു ഇതുമില്ല, അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ 2025 ഒരു വർഷത്തിലേക്ക് നമ്മൾ പുതിയൊരു തുടക്കമായി കടക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അടിച്ച് പൊളിക്കും. അപ്പോൾ 2024 നിന്ന് കടന്ന് നമ്മൾ 2025 പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇനിയും 2025 നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ ന്യൂ ഇയർ പരിപാടിയിലോട്ട് പോകാം. ഇപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ 4 ഫാമിലിയും കൂടി ഒരുമിച്ചായിരുന്നു നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചു. നല്ല ചിക്കൻ കറിയൊക്കെ, അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ വെച്ചു. പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സലാഡ്, അച്ചാർ, ഇതെല്ലാം കൂട്ടി കഴിച്ചപ്പം സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇച്ചിരി മധുരമൊക്കെ ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അച്ചാർ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വലിയ വാഴയിലയൊക്കെ വെട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ വാഴയില വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ചിരിച്ച് നമ്മൾ ചത്തായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വാഴയില നോക്കി എടുക്കണ്ടേ. അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് വലിയ 2-3 വാഴയില നമ്മൾ വെട്ടി നല്ല വൃത്തിയാക്കി എടുത്തു കേട്ടോ. വാഴയില കീറാതെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വാഴയില എല്ലാം നന്നായിട്ട് കഴുകുന്നുണ്ട്. നല്ല വൃത്തിയായി കഴുകണം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായി വാഴയിലെല്ലാം കഴുകിയിട്ട് നമ്മൾ ഒരു വാഴയിലല്ല വെട്ടിയത്, 2-3 വാഴയില വെട്ടി. അത് ഞാൻ കാണിക്കുന്നത് വലിയൊരു വാഴയിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. എന്നിട്ട് നമ്മൾ വലിയ വാഴയില ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മേളോട്ട് വെച്ചിട്ട് ഈ ബിരിയാണി എല്ലാം തട്ടി. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ഞങ്ങൾ മണ്ടയ്ക്കും ഇതേപോലെയായിരുന്നു. അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ വലിയ വാഴയില വെച്ചിട്ട് ഇതേപോലെ ബിരിയാണിയൊക്കെ ഒത്തിരി തട്ടിയിട്ട് കഴിക്കുമായിരുന്നു അന്ന് ഇതേപോലെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും നമ്മൾ വിചാരിച്ചെങ്കിൽ വാഴയിലേക്ക് വെട്ടി പേപ്പറൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട്, ഇത് നമ്മൾ താഴെയാണ്, മേളിലൊന്നും ഇരുന്നില്ല, താഴെ ഇരുന്ന് സിറ്റൗട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ സാധനം. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ നാരങ്ങ ചിറങ്ങനെ ഇങ്ങനെ ഇട്ടുള്ള എല്ലാവരും കഴിച്ച് നല്ല അടിപൊളിയായി വയറ് നിറഞ്ഞ് ഇറങ്ങി. പിന്നെ നമുക്ക് അപ്പോൾ ഗൈസ്, ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ന്യൂ ഇയർ അടിച്ച് പൊളിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ ബീച്ചിലോട്ടൊന്നും പോയില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇച്ചിരിച്ച ബിരിയാണിയും സലാഡും അതും ഇതൊക്കെ എടുത്ത് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ സാമ്പിൾ പടക്കം പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ എടുത്ത് വെച്ച്, ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ആയിരുന്നു. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്കെല്ലാം വാങ്ങിച്ചു വെച്ചു. നമ്മൾ കേക്കിൻ്റെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അങ്ങനെ 12 മണി വരെ ഞങ്ങൾ ഉറങ്ങാതെ കാത്തി അടിച്ച് പൊളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 12 മണി കറക്റ്റ് ആയപ്പോൾ ഫോണിൽ നോക്കിയിട്ട്
പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്കിനും. പിന്നെ എല്ലാവരും തിന്ന് ഹാപ്പി ന്യൂ ഇയറും എല്ലാം നമ്മൾ പറഞ്ഞ്. അപ്പോഴത്തേക്കും നമ്മുടെ പാലത്തിൻ്റെ അടുത്തൊക്കെ നല്ല പരിപാടിയും നല്ല DJയും ഒക്കെ നടപ്പുണ്ട് കേട്ടോ ഗായ്സ്. നമുക്ക് പോകാൻ പറ്റിയില്ല, നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരുട്ടത്തും ഒന്നും നമ്മൾ പോയില്ല. പിന്നെ കേക്കൊക്കെ കഴിച്ച് നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ നമുക്ക് പടക്കം പൊട്ടിക്കലായിരുന്നുള്ളത്. പടക്കം അടിച്ച് പൊട്ടിച്ചു. നമ്മൾ ആദ്യം ഒരു സാമ്പിൾ പടക്കമാണ് പൊട്ടിച്ചത്. പിന്നെ പൂത്തിരിയും പിന്നെ കൊരോപ്പും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പൂത്തിരി എല്ലാം പൊട്ടിച്ചു, എല്ലാവരും കറക്കി, നമ്മളോടൊപ്പം എല്ലാവരും കറക്കി കേട്ടോ. അപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പരിപാടിയും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു. അപ്പം എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ